ഇതിപ്പം ഈ ഐ ടി സെക്രട്ടറി ഒരു കത്ത് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല. കാരണം നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഈ പങ്കെടുത്ത യോഗത്തിൽ പോലും ഇതിനി വേണ്ട എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഐ ടി സെക്രട്ടറി സ്വന്തം നിലയ്ക്കാണോ അതോ മറ്റാരുടെയെങ്കിലും ബാഹ്യ സമ്മർദ്ദം ഇതിന് പേരിലുണ്ടോ, ആരുടെ താല്പര്യമാണെന്ന കാര്യമൊന്നും അറിയില്ല. പക്ഷേ വീണ്ടും ഈ ഒരു ഫയൽ റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും കൃഷി വകുപ്പിന്റെ ഇനിയുള്ള നിലപാട്? അല്ല, കൃഷി വകുപ്പിന് ഇനിയിപ്പോൾ ഓരോ കാലത്തേക്കും ഓരോ നിലപാടില്ലല്ലോ. കൃഷി വകുപ്പിൻ്റെ നിലപാട് ബന്ധപ്പെട്ട ഫയലുകളുമായി ചേർത്ത് ഞാൻ തന്നെയും നിലപാട് അറിയിച്ചിട്ടുണ്ട്, വകുപ്പ് നിലപാട് അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് മാറേണ്ടുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഭൂമിയുടെ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു മേഖലയാണ്. ഞാൻ തന്നെ പതിറ്റാണ്ടുകളോളം ബന്ധപ്പെട്ട് നിന്ന ഒരു മേഖലയുടെ ഭാഗമാണ് ആറന്മുള എന്നുള്ളത്. പക്ഷേ എന്നിട്ടും അത് വരുമ്പോൾ ഞാൻ കണ്ടു കേട്ടു മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ പേരിലല്ല ആ ഫയലിൽ ഞാനും ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. നമ്മുടെ വിവിധങ്ങളായ വകുപ്പുകൾ, അല്ലെങ്കിൽ കൃഷി വകുപ്പ് തന്നെയും അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളുടെ ഭാഗമായും വന്ന റിപ്പോർട്ടുകളെയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഞങ്ങളൊക്കെയും എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടൊരു നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ത്, ചെയ്യാൻ പറ്റാത്തതെന്തെന്നുള്ള കൃത്യമായ ധാരണയും ബോധ്യവുമെല്ലാം ഉണ്ട്. ആ ബോധ്യവും ധാരണയുമാണ് കൃഷി വകുപ്പ് ഇക്കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മാറേണ്ടുന്നതായ യാതൊരു സാഹചര്യവുമില്ല. ഒരു വകുപ്പ് സെക്രട്ടറിയുടെ മുമ്പാകെ കത്തിന്റെ